സ്നേഹം നിറഞ്ഞവരെ, സമന്വയത്തിന്റെ മധുരത്തിൽ പൊതിഞ്ഞൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറേ നാളായി കേക്ക് എവിടെ എന്നുള്ള ചോദ്യം പലരും എന്നോട് ചോദിക്കുന്നു. പക്ഷെ എൻ്റെ കേക്ക് അത്ര പെട്ടെന്നൊന്നും എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 35-40 ദിവസം കഴിയാൻ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ എടുത്തു. ദാ നിങ്ങൾക്കായി നല്ല കിഡിലൻ കേക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമല്ലേ. ആദ്യം റം ഇട്ട് സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കും. അപ്പം ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ബട്ടറാണ്. ഇത് ഞാനൊരു 150 ഗ്രാം 150 ഗ്രാംസ് ഓഫ് ബട്ടർ. ഇത് നിങ്ങൾക്ക് 200 മുതൽ 225 ഗ്രാം വരെ ഇടാം. നമ്മളുടെ വീട്ടാവശ്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ ഇടാം. പക്ഷെ ഒരു വിൽപ്പന എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 100 മുതൽ 150 വരെ ഇട്ടാൽ മതി. ഓക്കെ. ബീറ്റർ ഉള്ളവർക്ക് നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാം. ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ സംഭവം ഉണ്ടല്ലോ, അതെല്ലാവരുടെ വീട്ടിലുണ്ടോ അല്ലേ? ഇനിയിപ്പോൾ ഇതും ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് എന്താ പറയുക മിക്സ് ചെയ്താൽ മതി. നോർമലി ഇതൊരു 5 മിനിറ്റ്സ് വരെ ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്ലഫി ആവുന്നവരെ. തണുപ്പ് മാറണം, റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ? നമുക്ക് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യണം. സാധാരണ കടയിൽ നമുക്ക് ബ്രൗൺ ഷുഗർ മേടിക്കാൻ കിട്ടും. അത് അത്രയ്ക്ക് അങ്ങോട്ട് എക്കണോമിക്കലല്ല. അതുകൊണ്ട് നമ്മുടെ ശർക്കരയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് 60% ശർക്കര 40% പഞ്ചസാര. ഇനി കൂടുതൽ കളർ വേണം എന്നുള്ളവർക്ക് നമുക്ക് കുറച്ചും കൂടെ ശർക്കര ഇടാം. ഇത് 200 ഗ്രാംസ് ഓഫ് ബ്രൗൺ ഷുഗർ. നമ്മൾ സാധാരണ പ്ലം കേക്കിൻ്റെ റെസിപ്പി അത്യാവശ്യം കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണ് നോക്കാറില്ലേ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്രാവശ്യത്തെ ക്രിസ്തുമസിനും ന്യൂ ഇയറിനും എന്നാൽ എനിക്ക് ഒന്ന് ഉണ്ടാക്കാം എന്ന് തോന്നിയാൽ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തരാത്തതുകൊണ്ട് കുഴപ്പമുണ്ടാവരുത്, ഒരേ ഡയറക്ഷനിൽ നമ്മൾ ബീറ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം. പിന്നെ ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. സാധാരണ ഫ്രീസറിലാണ് നമ്മൾ ബട്ടർ വെക്കാറ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം എന്ത് ചെയ്യുക, എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ ഒരു 2-3 മണിക്കൂർ മുമ്പ് നേരെ എടുത്ത് പുറത്ത് വെക്കുക. അത് നോർമൽ ടെമ്പറേച്ചറിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം മിക്സായി. അപ്പോൾ നമുക്ക് 3 മുട്ടയാണ് വേണ്ടത്. ഇതും ഈ പറഞ്ഞ പോലെ അയ്യോ പണിപാടി. അത് നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനത്തെയുള്ള അബദ്ധങ്ങൾ വന്നാലും നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. പകരം മുട്ടത്തോടെ എടുത്ത് മാറ്റുക. പിന്നെ അതിൻ്റെ ചെറിയ ചില്ല് വരെ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റണം. ഇതേ വേറൊരു രീതിയിലും കൂടെ നമുക്ക് ചെയ്യാം. 1 by 1 ആയിട്ട് ബീറ്റ് ചെയ്യാം. ഇതും ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ നല്ല ഫ്ലഫി ആവുന്നവരെ എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പം നമുക്ക് നോക്കുമല്ലേ. ഇപ്പം ഏകദേശം ഒരു 3-4 മിനിറ്റ് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പതുക്കെ മിക്സ് ചെയ്യണം. എങ്ങോട്ട് മിക്സ് ചെയ്യണം? നമ്മുടെ ബട്ടറും ബ്രൗൺ ഷുഗറും കൂടെ ഇതാ നല്ല അടിച്ച് പതിപ്പിച്ച് വെച്ചിട്ടില്ലേ, അതിലേക്ക് മിക്സ് ചെയ്യണം. 260 ഗ്രാം മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 260 ഗ്രാമാണ്. ഞാൻ ഒരു 40 ഗ്രാമും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയാം. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ച് അരിപ്പയിലിട്ട് 2 തവണയെങ്കിലും അരിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടത്. ഓക്കെ. നമ്മളിവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് സൗകര്യമില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 40 ഗ്രാമോളം ഞാൻ മാറ്റി വെച്ചു. പ്ലം കേക്കിനൊക്കെ നല്ല കളർ വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം 1 ടീസ്പൂണോളം ചോക്ലേറ്റ് പൗഡർ ചേർക്കാറുണ്ട്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർത്തു. ചിലർ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ചേർക്കാറുണ്ട്. വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ, 1/4 മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ ഉപ്പും ചേർത്തു. ഓക്കെ. സ്പൈസസ് എല്ലാം 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ജാതിക്കയുടെ പൊടി, ഏലക്കയുടെ പൊടി, പട്ടയുടെ പൊടി, ഗ്രാമ്പു. ഓക്കെ. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ജിഞ്ചറും കൂടെ ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ. ഞാനത് ചേർക്കുന്നില്ല, അതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത്
ബദാം ഉണ്ടല്ലോ, ബദാം വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. ഇത് ശരിക്കും 50 മുതൽ 80 ഗ്രാം വരെ ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആകെ സംഭവിക്കാൻ പോകുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളിത് വിൽക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ല വിലയുണ്ട് അല്ലേ. നമുക്ക് എന്ത് വിലയ്ക്കാണോ കേക്ക് വിൽക്കാൻ കഴിയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ബുദ്ധിപൂർവ്വം അങ്ങ് ചേർത്തോളൂ. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മൾ ഏകദേശം 35-40 ദിവസം മുമ്പ് റമ്മിൽ കുതിർത്ത് വെച്ച നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാൻ 35 ദിവസം കഴിഞ്ഞപ്പം ഇത് ഊറ്റിയെടുത്തു. കണ്ടോ, ഇതാകെ ചാക്ലി ബുക്കിലിന്ന് ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഒരു കുഴപ്പമില്ല. നമ്മളൊരു 4 ടേബിൾ സ്പൂൺ മൈദ ഇതിൽ മിക്സ് ചെയ്യും. മാത്രമല്ല ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ വായിലൊന്ന് കടിച്ചാണ്ടല്ലോ, ആഹാ. ഇത് ഒരു 4 ടേബിൾ സ്പൂൺ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അല്ലേ. അല്ലെ എന്ത് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഇത് വേഗം അങ്ങ് താഴത്തേക്ക് പോകും. കേക്ക് ടിന്നിൻ്റെ അത് ചേർക്കേണ്ടത് ലൈം സസ്റ്റ്. പറയുമ്പോൾ വലിയ സെറ്റപ്പിലൊക്കെ പറഞ്ഞു, അത് ഈ ചുവന്ന ഉടുപ്പൊക്കെ ഇട്ട് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുക. സംഭവം വലിയ കാര്യമൊന്നുമില്ല, നമ്മളെ നാരങ്ങയുടെ തൊലി. പക്ഷെ തൊലി എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം, ആ വൈറ്റ് പാർട്ട് വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കും. അപ്പോൾ ഏകദേശം ഒരു നാരങ്ങയുടെ തൊലി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ മിക്സ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ താഴെ ഇരിക്കുന്ന ഈ സാധനം എന്താണെന്നറിയോ? ഇത് ഒന്നെങ്കിൽ ഓറഞ്ച് സെസ്റ്റ് നമുക്കിടാം, ഓറഞ്ചിൻ്റെ തൊലി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റുന്ന അതേ ഈ ഒരു സാധനം നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതൊക്കെ നമുക്ക് ഈ കേക്കിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ കിട്ടും. ഓറഞ്ച് പഞ്ചസാരയിൽ ഇട്ടിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഇത്. നമുക്ക് ഒരു 2 ടീസ്പൂൺ ഒക്കെ ഇടാം. ഇഞ്ചിപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് ഇട്ടിട്ടില്ല. പകരം ഇതാണ്, ഇത് ക്രിസ്റ്റലൈസ്ഡ് ജിഞ്ചർ എന്ന് പറയും. അതായത് നമ്മുടെ ശരിക്കും ഇഞ്ചി മുട്ടായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതും ഈ പറയുന്ന കേക്കിൻ്റെ കടയിൽ നിന്ന് കിട്ടും. ഇത് നമ്മളിതാ ഇങ്ങനെ പൊടിച്ച് എല്ലായിടത്തും മിക്സ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇടണം. ഇത് കണ്ടോ, ഇത് രസമല്ലേ കാണാൻ? നല്ല കളറുണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ റെഡ് വൈനൊക്കെ പോലെ ഉണ്ട്. ഓക്കെ, അതൊരു 1/4 കപ്പ് നമ്മൾ ഒഴിച്ചു. ഇതാ നമ്മുടെ വൈനാണ്. ഒരു 50 മില്ലി തൊട്ട് 100 മില്ലി വരെ നമുക്ക് ഒഴിക്കാം. ഞാനൊരു ഏകദേശം ഒരു 50 മില്ലി നമ്മുടെ റെഡ് വൈൻ ഒഴിച്ചു. ആരേലും കാണാൻ ബാക്കിയുണ്ടോ റെഡ് വൈൻ? നല്ല പെടയാണ്, ഉണ്ടാക്കി എടുത്ത സാധനമാണിത്. സൂപ്പറായിട്ടുണ്ട്, പോയി കണ്ടു നോക്കണേ. പിന്നെ ഉള്ളത് ഓറഞ്ച് ജ്യൂസാണ്, അത് ഏകദേശം ഒരു 50 മില്ലി. ഓക്കെ, അതും ഒഴിച്ചു. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മിക്സർ വേണ്ട കേട്ടോ. ഇത്രയും ആയതിനു ശേഷം നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്, അതായത് ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ ഒന്ന് വലിക്കുക. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് എടുക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, മുട്ട വലിയ മുട്ട എടുക്കണം കേട്ടോ. ഇതിനി എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. കൺസിസ്റ്റൻസി കണ്ടോ, ഇതാണ് കണ്ടോ, ഒരു നല്ല ഫ്ലോയിങ് ആണ്. പക്ഷെ ഇനി നമ്മൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുകയാണ്. പിസ്ത ഞാൻ കുറച്ച് ഇടുകയാണ്, ഒരു 100 ഗ്രാമോളം. അതായത് ഞാനിവിടെ 400 ഗ്രാമാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടത്. അപ്പം ഞാനൊരു 100 ഗ്രാം എന്തിടുന്നു, നട്ട്സ് ഇട്ടു. ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ കേക്ക് ടിൻ ഇതാ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിലൊരു നമ്മുടെ ബട്ടർ പേപ്പർ വെച്ചു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ഓവൻ ഒരു 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇതാ ഇങ്ങോട്ട് മാറ്റുന്നു, നന്നായി ഒന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തോട്ടോ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഓവൻ അവിടെ 10 മിനിറ്റ് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഒരു 1 അവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, 170-ലാണ് വെച്ചിട്ടുള്ളത്. 60 മിനിറ്റ് വെച്ചു. എന്നാൽ പോലും നിങ്ങളൊന്ന് ഇടയ്ക്ക് നോക്കേണ്ടി വരും കേട്ടോ. എന്നാൽ ഈ സമയത്ത് പോയിട്ട് നമ്മൾ ഫ്രൂട്ട് സിറപ്പിൽ ഇട്ട് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ട് ഒരു കേക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ച് വേഗം. ഫ്രൂട്ട് സിറപ്പിൽ നിങ്ങളത് കണ്ടത് ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ? ഫ്രൂട്ട് സോക്കിങ്ങിൽ എന്തെങ്കിലും സംശയം നോക്കിക്കോളൂ. അത് നമ്മൾ ഓറഞ്ച് നീരും ഗ്രേപ്പും കൂടെ മിക്സ് ചെയ്ത സിറപ്പിലാണ് നമ്മൾ ഇട്ട് വെച്ചിരുന്നത്. ഇവിടെ റമ്മും ഇല്ല വൈനും ഇല്ല, പകരം ഓറഞ്ച് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ബട്ടർ ഒന്ന്
ബീറ്റ് ചെയ്യാം. നമ്മൾ റമ്മിലുണ്ടാക്കിയ വൈനിൽ നമ്മൾ വാനില എസൻസ് ഉപയോഗിച്ചില്ല. ഇവിടെ നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം. മറക്കരുത്, 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം. സിറപ്പാണ് കേട്ടോ, നമ്മുടെ കാരമൽ സിറപ്പാണ്. പക്ഷെ ഇതെനിക്ക് അധികം ചേർക്കണം എന്ന് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ ഏകദേശം കണ്ടോ കൺസിസ്റ്റൻസി ഏകദേശം ആയി. വേണമെങ്കിൽ ഒരു തുണ്ട് ചേർത്തേക്കാം. നമുക്ക് ആഘോഷങ്ങളൊക്കെയാണ്, സന്തോഷങ്ങളൊക്കെയാണ്, എല്ലാം വേണം. എന്നാലും നമ്മുടെ മനസ്സിൽ എന്നും ഒരു കരുതൽ വേണ്ടേ. പുതിയ വർഷം വരാൻ പോകുന്നു, പ്രതീക്ഷയുള്ള വർഷം ആയിക്കോട്ടെ. എന്നാൽ പോലും കുറച്ച് ഒരല്പമൊക്കെ പിശുക്കാം. കേക്ക് റെഡിയായി. എന്നിട്ടോ ഈ ബ്രഷും കൊണ്ട് റം നന്നായിട്ട് പുരട്ടുക. കണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈൻ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇതിങ്ങനെ നമ്മളൊരു 15 ദിവസം വരെ ചെയ്യാം. 15 ദിവസം എല്ലാ ദിവസവും അല്ല, 1.5 ഇടവിട്ട്. അതായത് അപ്പോൾ 7 തവണ നമുക്കിത് ബ്രഷ് ചെയ്യേണ്ടി വരും. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഉടനെ തന്നെ എടുക്കരുത് കേട്ടോ, പണി കിട്ടുവേ. മിനിമം ഫോയിലിലേക്ക് മാറ്റി കവർ ചെയ്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് വെക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു 24-ാം തീയതി വരെ നിങ്ങൾ എത്രമാത്രം ഇത് സോക്ക് ചെയ്ത് നമ്മൾ എത്രമാത്രം ഇങ്ങനെ കീപ്പ് ചെയ്യുന്നു അത്രമാത്രം കേക്കിന് സോഫ്റ്റ്നെസ്സും കൂടും, ടേസ്റ്റും. മാപ്പിള തന്നെ മേത്തേക്ക് തെറിച്ച് എങ്ങനെയുണ്ടാ. ജാതിക്ക, ഏലക്ക, പട്ട, ഇതൊന്നുകൂടി ഉണ്ടല്ലോ. ഒരു പ്ലം കേക്കിന്റെ പാവന സ്മരണയ്ക്ക് ഒടിഞ്ഞുപോയി. ഒളിച്ച് എന്താ മണമെന്നറിയോ?